നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇനി 3 നാൾ കലോത്സവത്തിന് കുന്നംകുളം ഒരുങ്ങുന്നു. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും അഭിനേതാവുമായ VK ശ്രീരാമൻ നിർവഹിച്ചു. കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളുടെ ക്ഷണക്കത്തുകളുടെ പ്രകാശനവും നടന്നു. LDF തുടർച്ചയായി 3ാമതും അധികാരത്തിൽ വരുമെന്നതിന്റെ സൂചനയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP. LDFനെ അധികാരത്തിൽ എത്തിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കുമെന്നും MP. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും. A ഗ്രൂപ്പ് പ്രവർത്തകർ ക്യാമ്പ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി മോഷ്ടാക്കളുടെ രാത്രി സഞ്ചാരം. കുറുവാ സംഘമാണോ പ്രാദേശിക മോഷ്ടാക്കളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജനം. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാവശ്യം. വാർത്തകൾ വിശദമായി. ഇനി 3 നാൾ കലോത്സവത്തിന് കുന്നംകുളം ഒരുങ്ങുന്നു. ഡിസംബർ 3, 5, 6, 7 തീയതികളിൽ കുന്നംകുളത്ത് നടക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും അഭിനേതാവുമായ VK ശ്രീരാമൻ നിർവഹിച്ചു. 17 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ കൂടുതൽ വേദികൾ, പ്രസ്, മീഡിയ പവലിയനുകൾ, പ്രോഗ്രാം ട്രോഫി കമ്മിറ്റികളെല്ലാം പ്രവർത്തിക്കുന്ന കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘാടക സമിതി ഓഫീസ് തുറന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, സ്ഥിരം സമിതി അധ്യക്ഷയും ബോയ്സ് സ്കൂൾ PTA പ്രസിഡന്റുമായ പ്രിയ സതീഷ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ രജി ബിജു, ബിനീഷ്, വിനോദ്, പുഷ്പ മുരളി, PTA ഭാരവാഹികൾ, പ്രധാന അധ്യാപിക തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ സ്വാഗതവും VHSE പ്രിൻസിപ്പൽ വിജയലക്ഷ്മി നന്ദിയും പറഞ്ഞു. 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളുടെ ക്ഷണക്കത്തുകളുടെ പ്രകാശനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്വീകരണ കമ്മിറ്റി ചെയർമാനായ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരനെ കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ചെയർപേഴ്സന്റെ ചേംബറിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ, സ്വീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ AU വൈശാഖ, ജോയിന്റ് കൺവീനർ C ചൈതന്യ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനെ സ്വീകരണ കമ്മിറ്റി കൺവീനർ CJ ജിജു സ്വാഗതവും സ്വീകരണ കമ്മിറ്റി ജോയിന്റ് കൺവീനർ CI ജയ്മോൻ നന്ദിയും പറഞ്ഞു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് എല്ലാ സബ് കമ്മിറ്റികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒത്തൊരുമിച്ച് അതിൻ്റെ വളരെ കുട്ടികളുടെ കലോത്സവം ആഘോഷമായി തന്നെ കുന്നംകുളത്തിന് മുൻപ് നമുക്ക് ഒരിക്കൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 7 വർഷം മുൻപ്. അതിനോടനുബന്ധിച്ച് അതേപോലെ തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ഇതിൻ്റെ സംഘാടനം നടത്താൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു വാർത്തകൾ. LDF തുടർച്ചയായി 3ാമതും അധികാരത്തിൽ വരുമെന്നതിന്റെ സൂചനയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP. CPM ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നേരത്തെ പറഞ്ഞ സാധാരണ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ വീക്ഷണമുള്ള പാർട്ടിയാണ് CPM. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ലോകത്ത് പ്രവർത്തിക്കുന്നത് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ അതിൻ്റെ തെറ്റായ വശങ്ങളെ മനസ്സിലാക്കി അത് തിരുത്തി സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരുടെ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കി അത് ചർച്ചയ്ക്കായി നമ്മുടെ സമൂഹത്തിൽ എല്ലാ ഘടകങ്ങൾക്കും കൊടുക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മനസ്സിലാക്കിയാണ് സർക്കാരിനെ തകർക്കാൻ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അതിന്റെ ടെസ്റ്റ് ഡോസാണ് ചേലക്കരയിൽ കണ്ടത്. പ്രതിപക്ഷ നേതാവടക്കമുള്ളവർ പറഞ്ഞത് ചേലക്കരയിലാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു. LDFനെ പരാജയപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന് പ്രതീക്ഷിച്ചാണ് അവർ വന്നത്. എന്നാൽ UDFും BJPയും പ്രതീക്ഷിച്ച പോലെയല്ല സംഭവിച്ചത്. ജനങ്ങൾ LDFിൽ വിശ്വാസമർപ്പിച്ച് ഉജ്ജ്വല വിജയം നൽകി. LDFനെ അധികാരത്തിലെത്തിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ഛാശക്തിയോടെ തന്നെ സർക്കാർ മുന്നോട്ടു പോകും. ഇതു സഹിക്കാൻ കഴിയാതെ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുകയാണ്.
LDFിനെ തകർക്കാൻ എന്തെല്ലാം പറയാൻ കഴിയുമോ അതെല്ലാം പറയുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് BJP നേതാവ് സംസാരിച്ചപ്പോൾ ഒരാൾ പോലും എതിർത്തില്ല. ഇടതുപക്ഷ നേതാക്കളുടെ ശരീരഭാഷ, വാക്കുകൾ എന്നിവയെക്കുറിച്ച് വരെ സംസാരിക്കുന്ന മാധ്യമങ്ങൾ ആ വാക്കുകളിൽ ഒന്നും പ്രതികരിച്ചില്ല. ഇടതുപക്ഷത്തെ തകർക്കുക എന്നത് മുഖ്യ അജണ്ടയായാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ MLA, NR ബാലൻ, MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ഏരിയ സെക്രട്ടറി MN സത്യൻ, സാംസ്കാരിക പ്രവർത്തകൻ VK ശ്രീരാമൻ എന്നിവർ സംസാരിച്ചു. AC മൊയ്തീൻ ചെയർമാനും TK വാസു ജനറൽ കൺവീനറും MN സത്യൻ ട്രഷററുമായി 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരി മരിച്ചു. തൃശൂർ കുരിയച്ചിറ കുറ്റിക്കാട്ട് ഫ്രാങ്ക്ലിൻ മകൾ ഏമറിനാണ് മരിച്ചത്. സംസ്കാരം കുരിയച്ചിറ സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും പിന്നീട് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലും ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. നീതു മാതാവും എമിലിയ സഹോദരിയുമാണ്. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ മോഷ്ടാക്കളുടെ രാത്രി സഞ്ചാരം ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. രാത്രി 12 മണിക്ക് ശേഷം 3-4 പേരടങ്ങുന്ന സംഘങ്ങളായി വാഹനങ്ങളിലായിട്ടാണ് ഇവരെത്തുന്നത്. വീടുകളിൽ കയറി ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് വീട്ടുകാരെ ഉണർത്തി വഴിതെറ്റി വന്നവരാണെന്നും വെള്ളം തരുമോ എന്നെല്ലാം ചോദിച്ച് വീട്ടുകാരെ പുറത്തിറക്കാൻ തന്ത്രപൂർവ്വം പെരുമാറുകയാണ്. ആളുകൾ ഓടിക്കൂടുകയോ ബഹളം വയ്ക്കുകയോ ചെയ്താൽ വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മനപ്പടിയിലും എരുമപ്പെട്ടി കരിയന്നൂരിലും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തിയിരുന്നു. പിടിക്കുമെന്നുറപ്പായപ്പോൾ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. മലയാളികളല്ലാത്ത തമിഴും ഹിന്ദിയും സംസാരിക്കുന്നവരാണ് മോഷ്ടാക്കളായി എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കുറുവ സംഘമാണോ പ്രാദേശിക മോഷ്ടാക്കളാണോ എത്തുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വലയുകയാണ് ജനങ്ങൾ. എരുമപ്പെട്ടി കടങ്ങോട് മേഖലകളിൽ പോലീസ് പട്രോളിംഗ് നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് എരുമപ്പെട്ടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് 2025 ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം വ്യാപാര ഭവനിൽ ചേർന്ന ഗ്രോത്ത് ഗിൽഡ് 2025 ഓർഗനൈസേഷൻ ഗോൾ സെറ്റിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം COA ജില്ലാ സെക്രട്ടറി P. ആന്റണിയുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ K. വിജയകൃഷ്ണൻ നിർവഹിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗം PM നാസർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ലസ്റ്റർ ലീഡർഷിപ്പ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് മീസോൺ ഫൗണ്ടർ K. സുഭാഷ് ബാബു, GST ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന വിഷയത്തിൽ PP ഷബീർ അലി എന്നിവർ ക്ലാസുകൾ നയിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CA ബൈജു യോഗത്തിന് സ്വാഗതവും CG ജോസ് നന്ദിയും പറഞ്ഞു. വളരെ മുമ്പേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക, ആന്തരം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഗവൺമെന്റ് പോലും K4 പോലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മേഖലയിലും വലിയ സേവനം നൽകിയിരിക്കുന്ന ആരാണ്? കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരാണ്. ഈ കേബിൾ ഓപ്പറേറ്റർ എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ മാറിയിട്ടുണ്ടെന്നാണ്. ഇപ്പോഴത്തെ കേബിൾ ഓപ്പറേറ്റർ ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡറാണ്. ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡർമാർ ഒരു MSP എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളുള്ളത്. ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് ഒരു സുപ്രഭാതത്തിൽ മാറിയതല്ല. ചേഞ്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പിന്നെ ടെക്നിക്കലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതൊരു കേബിൾ TVയിലും മൊത്തം സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ പരിമപ്പെടുത്തിയെടുത്തതാണ്. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും. ഗ്രൂപ്പ് പ്രവർത്തകർ ക്യാമ്പ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ചാവക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന ക്യാമ്പിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് സംഘർഷാവസ്ഥയുടെ വക്കിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സറൂഖിനെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാതിരുന്നതാണ് ഗ്രൂപ്പ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. പ്രാർത്ഥന ആരംഭിച്ചതിനുശേഷം സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കും മുമ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ ഇതേക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇതോടെ പ്രവർത്തകർ ഒന്നടങ്കം വാക്കുതർക്കവും പിന്നീട് കയ്യാങ്കളിയുടെ വക്കിലെത്തുകയുമായിരുന്നു. DCC സെക്രട്ടറി KD വീരമണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C. മുസ്താഖലി, ബ്ലോക്ക് സെക്രട്ടറി KV ലാജുദ്ദീൻ, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫലി, UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ 25ഓളം പ്രവർത്തകരാണ് ഇറങ്ങിപ്പോയത്.
ബ്ലോക്ക് പ്രസിഡന്റിന്റേത് ഏകാധിപത്യപരമായ തീരുമാനമാണെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ പറഞ്ഞു. ഇതു സംബന്ധിച്ച് ഭീഷണി സ്വരത്തിലാണ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് സംസാരിച്ചതെന്നും അതിനാലാണ് ക്യാമ്പ് ബഹിഷ്കരിച്ചതെന്നും പ്രവർത്തകർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ 3 ഭാരവാഹികളാണ് ഈ ഗുരുവായൂർ ബ്ലോക്കിന്റെ കീഴിലുള്ളത്. അതിൽ 2 പേരെ വിളിക്കുകയും ഒരാളെ വിളിച്ചില്ല. അത് വിളിക്കാത്ത കാരണം അടക്കം പ്രസിഡന്റിനോട് ഇന്നലെ ഞാനും DC സെക്രട്ടറിയും UDF കൺവീനറും എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇയാളുടെ ഈ പ്രസിഡന്റിന്റെ ഏകാധിപത്യപരമായ തീരുമാനത്തിന് മുന്നോട്ട് പോകുന്നത് ഞങ്ങളത് ചോദ്യം ചെയ്ത് മാത്രമല്ല, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ക്യാമ്പിൽ ഇരുന്നാൽ മതി, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റുള്ളൂ, നിങ്ങൾ ഇറങ്ങി പോകുന്നത് പൊക്കോളെ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഇറക്കി വിടുകയാണ് ചെയ്തത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് വീണ്ടും ചാള ചാകര. ബ്ലാങ്ങാട് ബീച്ചിലാണ് ഇന്ന് ചാകര കൊയ്ത്ത്. ചാള കരയിലേക്ക് അടിച്ചു കയറിയതോടെ വിവരം അറിഞ്ഞ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത്. മേഖലയിലെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാള ചാകര അദൃശ്യമായിരുന്നു. നാട്ടുകാരെ ആശങ്കയിലാക്കി കടവലൂർ പഞ്ചായത്തിലെ കോട്ടൂലിലെ 2 കുന്നുകളിൽ ഒരേ സമയം മണ്ണെടുപ്പ് തുടങ്ങി. ദേശീയപാത വികസനത്തിന് എന്ന പേരിലാണ് മണ്ണെടുപ്പ്. പട്ടികജാതിയിൽപ്പെട്ട 12 കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ വീടുകൾ ഒരു കുന്നിന്റെ മുകളിലുണ്ട്. ഇതിനു സമീപമുണ്ടായിരുന്ന ഭാഗത്താണ് ഖനനം നടത്തുന്നത്. വടക്കേക്കോട്ടൂലിലെ സാമൂതിരി കിഴക്കേക്കോവിലകം വക അസുരമഹാകാളൻ ക്ഷേത്രത്തിന്റെ സമീപമുള്ള കുന്നിലാണ് രണ്ടാമത്തെ മണ്ണെടുപ്പ്. കുന്നിന്റെ താഴെയുള്ള 100 കണക്കിന് വീടുകൾക്കും ക്ഷേത്രത്തിനും ഭീഷണിയാണ് ഇപ്പോൾ നടത്തുന്ന ഖനനമെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നുകളുടെ ചുറ്റിലും വിസ്തൃതിയേറിയ നെൽവയലാണ്. മുൻപ് നടത്തിയ മണ്ണെടുപ്പ് മൂലം കുന്നിന്റെ താഴെയുള്ള വീട്ടുകിണറുകളിൽ ജലക്ഷാമം രൂക്ഷമാണ്. ഈ ജലക്ഷാമം നെൽവയലിനെയും ബാധിച്ചിട്ടുണ്ട്. കുന്നിന്റെ നാശം കടുത്ത വരൾച്ചയ്ക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മുൻപ് മണ്ണെടുത്ത സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുമുണ്ടായിരുന്നു. 3 മാസം മുൻപ് കുന്നിന്റെ ഉള്ളിൽ നിന്നുണ്ടായ ജലപ്രവാഹവും ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇത്തരം ജലപ്രവാഹം മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധാഭിപ്രായം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ CF ബെന്നി അധ്യക്ഷനായി. സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുമേഷ് P. വിൽസൺ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി ജോസ് മാളിയേക്കൽ പ്രസിഡന്റ്, അജ്മൽ ചമ്മന്നൂർ സെക്രട്ടറി, മുകേഷ് കൊങ്ങണൂർ ട്രഷറർ, ജിജോ തരകൻ വൈസ് പ്രസിഡന്റ്, KK നിഖിൽ ജോയിന്റ് സെക്രട്ടറി, നിർവാഹക സമിതി അംഗങ്ങളായി C. ഗിരീഷ് കുമാർ, മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് P. വിൽസൺ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇനി ഏകാദശി വിശേഷം. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ കീബോർഡിൽ നാദലയം തീർത്ത സഹോദരങ്ങളുടെ കീബോർഡ് കച്ചേരി അരങ്ങേറി. R. അർജുൻ സാംബശിവനും സഹോദരൻ R. നാരായണനുമാണ് ചെമ്പൈ സംഗീതോത്സവത്തിൽ കീബോർഡ് കച്ചേരിയിലൂടെ സംഗീത ആസ്വാദകർക്ക് വേറിട്ട അനുഭവം ഒരുക്കിയത്. വന്ദേഹം ജഗത് വല്ലഭം എന്ന് തുടങ്ങുന്ന അന്നമാചാര്യ കൃതി ഹംസധ്വനി രാഗത്തിൽ വായിച്ചായിരുന്നു കച്ചേരി ആരംഭിച്ചത്. തുടർന്ന് സ്വാതി തിരുനാൾ കൃതിയായ പരിപാലയമാം രീതി ഗൗള രാഗത്തിൽ രൂപക താളത്തിൽ വായിച്ചു. പിന്നീട് ശ്രീകൃഷ്ണ ഭജനമാനസ് എന്ന ദീക്ഷിതർ കൃതി തോടി രാഗത്തിൽ വായിച്ചു. കണ്ഠദേവി വിജയരാഘവൻ വയലിനിലും ഗുരുവായൂർ സനോജ് മൃദംഗത്തിലും വൈക്കം ഗോപാലകൃഷ്ണൻ ഘടത്തിലുമായി പക്കമേളമൊരുക്കി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ നാട്ടരാഗത്തിന്റെ വൈവിധ്യ ഭംഗി ആസ്വാദകർക്ക് പകർന്ന ജയശ്രീ രാജീവിന്റെ കച്ചേരി. അംബ ആനന്ദദായിനി എന്ന ഡോക്ടർ M. ബാലമുരളികൃഷ്ണൻ രചിച്ച വർണ്ണമാലപിച്ചാണ് ജയശ്രീ രാജീവ് കച്ചേരി തുടങ്ങിയത്. തുടർന്ന് ശ്രീ വിഘ്നരാജൻ ഭജ എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതി ആലപിച്ചു. പിന്നീട് മുത്തുദീക്ഷിതർ രചിച്ച മഹാഗണപതി എന്ന സ്തുതി നാട്ടരാഗത്തിൽ ആദ്യതാളമായി പാടി. ഏതയാഗതി എന്ന കീർത്തനം ചലനാട്ടരാഗത്തിൽ ആദ്യതാളത്തിൽ ആലപിച്ചു. പൂത്തുക്കാട് വെങ്കിടകവി രചിച്ച കലിംഗ നർത്തന തില്ലാന ഗംഭീര നാട്ടരാഗത്തിൽ ആലപിച്ച് ആസ്വാദകരെ ആനന്ദത്തിലാക്കിയാണ് കച്ചേരി അവസാനിപ്പിച്ചത്.
ആഞ്ഞൂർ രഞ്ജിത്ത് വയലിനിലും ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗത്തിലും തൃപ്പൂണിത്തുറക്കണ്ണൻ ഘടത്തിലും വെള്ളിനേഴി രമേശ് മുഖർ ശംഖുമായും പക്കമേളമൊരുക്കി. യുവകർണാടക സംഗീതജ്ഞരിൽ ശ്രദ്ധേയനായ വിഘ്നേഷ് ഈശ്വറിന്റെ കച്ചേരിയും ആകർഷകമായി. ആർ കെ ശ്രീരാംകുമാർ വയലിനിലും എൻ ഹരി മൃദംഗത്തിലും കോവെ സുരേഷ് ഘടത്തിലുമായി പക്കമേളമൊരുക്കി. CCTV ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വക വിളക്കാഘോഷിച്ചു. രാവിലെ മേളത്തോടെ ശീവേലി എഴുന്നള്ളിച്ചു. രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയോടെ വിളക്കെഴുന്നള്ളിപ്പും നമസ്കാര സദ്യയുമുണ്ടായി. നാളെ ET സോമസുന്ദരൻ വക വിളക്കാഘോഷമാണ്. മറ്റു വാർത്തകൾ. പുതുശ്ശേരിയിൽ വാടക ക്വാർട്ടേഴ്സിനുള്ളിൽ താമസക്കാരനായ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം അടുപ്പുട്ടി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ദാമോദരന്റെ മകൻ 55 വയസ്സുള്ള ദിനേശനെയാണ് ശനിയാഴ്ച രാവിലെ 7 മണിയോടെ ക്വാർട്ടേഴ്സിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായിട്ട് ദിനേശനെ ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് കണ്ടിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാവിലെ ദുർഗന്ധം വമിച്ചതോടെ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ റൂമിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കടവല്ലൂർ പാതയോർത്ത് ശുചിമുറി മാലിന്യത്തിന് പുറമെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളും തള്ളിയ നിലയിൽ കണ്ടെത്തി. 200-ലധികം ഒഴിഞ്ഞ മദ്യക്കുപ്പികളാണ് ചാക്കുകളിലും മറ്റുമായി തള്ളിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി എന്നിവർ സ്ഥലത്തെത്തി. മാഹിയിൽ നിന്ന് കടത്തി കൊണ്ടുവന്ന മദ്യത്തിന്റെ കുപ്പികളാണെന്ന് കണ്ടെത്തി നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. ചുരുങ്ങിയ വിലയിൽ മാഹിയിൽ നിന്ന് മദ്യം എത്തിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നവരാകാം കുപ്പികൾ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം. ഇവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചാവക്കാട് സ്വദേശി ഒമാനിൽ മരിച്ചു. പുന്ന അമ്പലത്തെ വീട്ടിൽ 45 വയസ്സുള്ള അബ്ദുൽ നാസറാണ് ഒമാനിലെ സലാലയിൽ മരണപ്പെട്ടത്. സലാലയിലെ മർബാദിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം സുൽത്താൻ കാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ മുത്തശ്ശിമാരെയും മുത്തച്ഛന്മാരെയും സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ച് ആദരിച്ചുകൊണ്ട് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മതമൈത്രി ഗാനങ്ങളും ആംഗ്യപാട്ടുകളും നൃത്തങ്ങളും സിനിമാ ഗാനങ്ങളും കൊണ്ട് വേദി സമ്പുഷ്ടമായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC ആശംസകൾ അർപ്പിച്ചു. PTA പ്രസിഡന്റ് K. ഫൈസൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കിൽസി കിൽക്കർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മറ്റ് PTA അംഗങ്ങളും അധ്യാപകരും അനധ്യാപകരും വേദിയിൽ സംബന്ധിച്ചു. എരുവപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചു തുടങ്ങി. വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാത നിർമ്മാണത്തിലിരിക്കുന്ന ടാറിംഗ് ഒഴുകി തിട്ടകൾ രൂപപ്പെടുകയും റോഡ് താഴ്ന്ന് ഗർത്തം രൂപപ്പെടുകയും തുടർന്ന് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന മേഖലയായി മാറിക്കഴിഞ്ഞ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു. മിനുസമുള്ള ഭാഗം പൊളിച്ചെടുത്ത് പുതുതായി റോഡിന്റെ നിർമ്മാണം നടത്തുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററായ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ, ജ്വല്ലറി ഡിസൈൻ എന്നീ കോഴ്സുകളുടെ ആഭിമുഖ്യത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിലെ നൈപുണ്യ വികസന കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. വൻകിട ഹൈഡ്രോപോണിക്സ് ഫാമുകളിൽ മാത്രം കണ്ടുവരുന്ന ഹൈഡ്രോപോണിക്സ് രീതിയാണ് ഈ കോഴ്സുകാർ അവതരിപ്പിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പ്രദർശനം കണ്ടു മനസ്സിലാക്കുവാൻ വളരെ ഉപകാരപ്രദമായിരുന്നു. ജ്വല്ലറി പ്രദർശനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായ ഈ സമയത്ത് അതിനോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ഡിസൈനുകളും മറ്റും പ്രദർശനത്തിന്റെ ആകർഷണീയതയായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ അധ്യക്ഷനായി. നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, സ്കൂൾ PTA പ്രസിഡന്റും പൊതുമരാമത്തുകാര്യ സമിതി അധ്യക്ഷയുമായ പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർ ബിജു C ബേബി, SMC ചെയർമാൻ VK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക കൃഷിരീതികളെ സംബന്ധിച്ച് കൃഷി ഓഫീസർ S ജയൻ, ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളുടെ സാധ്യതകളെക്കുറിച്ച് ഹൈഡ്രോപോണിക്സ് ട്രെയിൻ, SDC PR റാലിക എന്നിവർ സെമിനാർ സംഘടിപ്പിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. 2 ദിവസങ്ങളായി നടന്ന CPM കണ്ടാനശ്ശേരി ലോക്കൽ സമ്മേളനം, റെഡ് വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുയോഗം എന്നീ പരിപാടികളോടെ സമാപിച്ചു. ചൊവ്വലൂർ പാരീസ് റോഡ് പരിസരത്ത് നിന്ന് വാദ്യത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം പുത്തൻകുളം പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സാവിത്രി രാമകൃഷ്ണൻ, KA രാഘവൻ എന്നിവരുടെ നാമധേയത്തിലുള്ള നഗറിൽ സമാപിച്ചു. നേതാക്കൾ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP സന്തോഷ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MP പ്രവീൺ, KK സതീശൻ, KG പ്രമോദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ NS ധനൻ, AN സജീവൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് VK ദാസൻ, KK ജയന്തി, വിനു ജോൺസൺ, MP സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സ്റ്റേജ് ഇതര മത്സരങ്ങൾ ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. 23 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വടക്കേകാട് മൂന്നാംകല്ല് യൂത്ത് ഫോഴ്സ് സ്പോർട്സ് പാർക്കിൽ ഫുട്ബോൾ മത്സരത്തോടെയാണ് പുന്നൂർക്കുളം പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായത്. ഫുട്ബോൾ മത്സരത്തിൽ ഷൂട്ടൌട്ടിലൂടെ ഒബ്ലൈസ് ക്ലബ്ബ് വിജയിച്ചു. വെസ്റ്റേൺ കുമാരൻപടി റണ്ണറപ്പായി. കേരളോത്സവം പഞ്ചായത്ത് കോർഡിനേറ്റർ നാസർ ഹുസൈൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ സ്റ്റേജ് ഇതര പരിപാടികളായ ഫ്ലവർ അറേഞ്ച്മെന്റ്, കവിതാരചന, കഥാരചന, ഉപന്യാസരചന, കാർട്ടൂൺ, വാട്ടർ കളർ, ഡ്രോയിങ്, ക്വിസ്, ക്ലേ മോഡലിംഗ് എന്നിവയാണ് ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ തുടങ്ങിയവരും നേതൃത്വം നൽകി. ഡിസംബർ 8 സമാപിക്കുന്ന കേരളോത്സവം വന്നേരി സ്കൂൾ, കടിക്കാട് സ്കൂൾ, പുന്നയൂർ പഞ്ചായത്ത് ഗ്രൗണ്ട്, അണ്ടത്തോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലായാണ് നടക്കുക. CCTV ന്യൂസ് പുന്നയൂർക്കുളം. CPM പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊന്നാനി ഏരിയ കമ്മിറ്റി വനിതാ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. മാറഞ്ചേരി അധികാരപ്പടി സിദ്ധൻ സ്പോർട്സ് സിറ്റിയിൽ നടന്ന മത്സരം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം ചെയ്തു. മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ധന്യ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇന്ദിര, പഞ്ചായത്ത് മെമ്പർമാരായ ബൽക്കീസ് തൈപ്പറമ്പിൽ, റജുല ആലുങ്കൽ, ബ്ലോക്ക് മെമ്പർ MH റംഷീന, ഏരിയ പ്രസിഡന്റ് ബിന്ദു സിദ്ധാർത്ഥ്, കാഞ്ഞിരമുക്ക് വില്ലേജ് സെക്രട്ടറി അനുമുരളി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി 100ഓളം പേർ പങ്കെടുത്ത ഷൂട്ടൌട്ട് മത്സരത്തിൽ മാറഞ്ചേരി വില്ലേജ് കമ്മിറ്റി വിജയികളായി. എരമംഗലം വില്ലേജ് കമ്മിറ്റി രണ്ടാമതെത്തി. പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളെയും ആത്മീയ നേതാക്കളെയും ആദരിക്കുകയും അവർ കാണിച്ചു തന്ന ഋജുവായ മാർഗം പിൻപറ്റി ജീവിതം സംശുദ്ധമാക്കുകയും ചെയ്യൽ വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹിമാൻ സക്കാഫി പ്രസ്താവിച്ചു. കുന്നോള റേഞ്ച് സുന്നി ജമ്മൊയ്ത്തുൽ മുവല്ലമീൻ കമ്മിറ്റി വെള്ളർക്കാട് മനപ്പടിയിൽ സംഘടിപ്പിച്ച താജുൽ ഉലമ നൂറുൽ ഉലമ ഉറൂസ് മുബാറക്കിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അലി സഅദി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹുസൈൻ തങ്ങൾ മമ്പുറം ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് SMK തങ്ങൾ മൗലിദ് പാരായണത്തിന് നേതൃത്വം നൽകി. സയ്യിദ് തക്യുദ്ദീൻ ജിലാനി തങ്ങൾ സമാപന ദുആയ്ക്ക് നേതൃത്വം നൽകി. റേഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ സക്കാഫി, മഷ്ഹൂദ് അഷ്റഫി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ജമാൽ ഹാജി തലക്കോട്ടുകര, റസാഖ് ഹാജി തലക്കോട്ടുകര, അബൂബക്കർ ഹാജി വെള്ളർക്കാട്, കമ്മുകുട്ടി ഹാജി ചിറമനങ്ങാട്, ഉണ്ണീൻകുട്ടി സാദി തുടങ്ങിയവർ സംബന്ധിച്ചു. തോന്നല്ലൂർ അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തോന്നല്ലൂർ ശ്രീ ബാല നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പാത്രമംഗലം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രി 9 മണിയോടെ വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്റെയും താളത്തിന്റെയും അകമ്പടിയോടെയാണ് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചത്. പഴവൂർ നവജ്യോതി വിളക്ക് സംഘം വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനം, ഭജന, ഉടുക്കുപാട്ട്, പുലിപ്പാട്ട്, തിരിയൊഴിച്ചൽ, കനലാട്ടം, വെട്ട്, തട എന്നിവ നടന്നു.
ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ RV ഹൈദർ അലി അനുസ്മരിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പകൽവീട്ടിൽ നടന്ന അനുസ്മരണ സദസ്സിൽ സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, RV മജീദ്, അനിൽ കല്ലാറ്റ്, നൂറുനീസ ഹൈദരാലി, ജോർജ് പോൾ നീലങ്കാവിൽ, MK നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹത്തിന്റെയും ആദരവിന്റെയും പ്രതീകമായി തലമുറകളെ കോർത്തിണക്കി സംഘടിപ്പിച്ച ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷം വർണ്ണാഭമായി. ബദനി സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത മുതിർന്ന വ്യക്തിത്വങ്ങളായ ചിന്നൻ VP, CV ചിന്നൻ, ലില്ലി വർഗീസ്, മേരി ജേക്കബ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുരളി വെള്ളിത്തിരുത്തി, സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പ്രണവ് പ്രദീപ് എന്നിവർ സംസാരിച്ചു. അധ്യാപിക സ്വർണകുമാരി KV സ്വാഗതവും അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പഞ്ചമി വിനോദ് നന്ദിയും പറഞ്ഞു. ഗ്രാൻഡ് പാരന്റ്സ് ഡേയോടനുബന്ധിച്ച് സെൽഫി കോർണർ, ഗോൾഡൻ ഗെയിം സോൺ, റോബോട്ടിക്സ്, ബദാനിയൻ ബാങ്ക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ, സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളെ അധികരിച്ച് മനോഹരമായ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും മുതിർന്ന അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ് വേലൂർ. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ സമാപിച്ച തൃശൂർ സഹോദയ CBSE സ്കൂൾ ജില്ലാ ഗോഗോ അണ്ടർ 14 ടൂർണമെന്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അഗമല ഭാരതീയ വിദ്യാഭവൻസ് S രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളും ജേതാക്കളായി 28 ടീമുകളാണ് പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിൽ വിദ്യാവിഹാർ മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ അധ്യക്ഷനായി. ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ പ്രിൻസിപ്പൽ ലിജോ പോൾ സമ്മാനദാനം നിർവഹിച്ചു. അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ, വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല വിൻസെന്റ്, NV വൈശാഖ്, യൂജിൻ മാത്യു എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ പിന്നെന്ത് ചെയ്യുന്നു എന്ന പ്രമേയത്തിൽ SSF കടങ്ങോട് സെക്ടർ സ്റ്റുഡൻസ് കൗൺസിൽ നെല്ലിക്കുന്ന് നുസ്രത്ത് ക്യാമ്പസിൽ നടന്നു. ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി സൊലാഹുദ്ദീൻ അസാനി വിഷയാവതരണം നിർവഹിച്ചു. 2025-27 വർഷത്തേക്കുള്ള പുതിയ സെക്ടർ ഭാരവാഹികളെ SYS കുന്നംകുളം സോൺ സെക്രട്ടറി സലാം സക്കാഫി പ്രഖ്യാപിച്ചു. മിഗ്ദാസ് മുസ്ലിയാർ പ്രസിഡന്റ്, ഹാഷിം പള്ളിമേപ്പുറം ജനറൽ സെക്രട്ടറി, ബിലാൽ മുസ്ലിയാർ ഫിനാൻഷ്യൽ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 മുതൽ 6 മണി വരെ നടക്കുന്ന യോഗത്തിൽ MA ആൻഡ്രൂസ് പ്രസംഗിക്കും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 മണി വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭയിൽ പഞ്ചായത്ത് പരിധിയിലെ 9 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. ഹരിതസഭയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് NS ധനൻ നിർവഹിച്ചു. ഹരിതസഭ നടത്തുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ 5 പേർ ഉൾപ്പെട്ട പാനലിലെ ലെന മരിയ അധ്യക്ഷത വഹിച്ചു. IRTC കോർഡിനേറ്റർ നിത്യ ഗ്രാമപഞ്ചായത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ഹരിത പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, രമാബാബു, KK ജയന്തി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി ആന്റോ, കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ത്രിവിക്രമദേവ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിവേക്, PJ സ്റ്റൈജു മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ആഗ്ന ജസ്റ്റിൻ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ഓരോ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികൾ മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ്, ജനപ്രതിനിധികൾ എന്നിവരുമായി കുട്ടികൾ സംവദിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പാനലിലെ അംഗങ്ങളായ പാർവതി, ടെസ്ന, നിരഞ്ജൻ, ദീപക് എന്നിവർ വിലയിരുത്തി. മികച്ച സ്കൂളുകൾക്ക് ഗ്രാമപഞ്ചായത്ത് പാരിതോഷികം പ്രഖ്യാപിച്ചു. കുട്ടികൾക്കും സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. CCTV ന്യൂസ് കേച്ചേരി. ചാവക്കാട് ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15-ാം വാർഷികത്തിന്റെ ഭാഗമായി 100-ൽ പരം റംബൂട്ടാൻ തൈകൾ വിതരണം ചെയ്തു. ഹിലാൽ പൂന്തുരുത്തി നന്മ ക്ലബിന് നൽകിയ റംബൂട്ടാൻ തൈകളാണ് സൗജന്യമായി വിതരണം ചെയ്തത്. കടപ്പുറം പഞ്ചായത്ത് കൃഷി ഓഫീസർ അനഘ ഉണ്ണികൃഷ്ണൻ, നന്മ മെമ്പർ ആരിഫ് ചേർക്കലിന് റംബൂട്ടാൻ തൈകൾ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നന്മ പ്രസിഡന്റ് PV അക്ബർ, വൈസ് പ്രസിഡന്റ് KV ആരിഫ്, ജോയിന്റ് സെക്രട്ടറി KV ജഹാംഗീർ, ട്രഷറർ VS മുഹമ്മദ് മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി പുന്നൂർ പഞ്ചായത്ത് കുട്ടികളുടെ മാതൃക ഹരിതസഭ സംഘടിപ്പിച്ചു. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദിദിക ഹരിതസഭയെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ശുചിത്വ അംബാസിഡറും ADLPS കുരഞ്ഞൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ ആസ്മിന ഹരിതസഭയുടെ ലക്ഷ്യം അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പഞ്ചായത്ത് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുട്ടികൾക്ക് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. കില റിസോഴ്സ് പേഴ്സണും പൊന്നിയൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ ഇക്ബാൽ മാസ്റ്റർ കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി നൽകി. പത്രം, മാസിക നിർമ്മാണം, ചുവരെഴുത്ത്, പ്രൊജക്ട്, സ്കിറ്റ്, മൈം, കവിത തുടങ്ങിയവയും അവതരിപ്പിച്ചു. 12ഓളം സ്കൂളുകളിൽ നിന്ന് 180ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, നവകേരള മിഷൻ RP രാജി, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ R ശാന്തികൃഷ്ണ, പൊന്നിയൂർ പഞ്ചായത്ത് പ്രേരക്മാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ BS ആരിഫ എന്നിവർ നേതൃത്വം നൽകി. ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. മികച്ച അവതരണത്തിനുള്ള പ്രത്യേക പുരസ്കാരം GFUP സ്കൂൾ മന്നലാംകുന്ന്, ADLP സ്കൂൾ കുരഞ്ഞൂരും സ്വന്തമാക്കി. CCTV ന്യൂസ് പൊന്നിയൂർകുളം. പുത്തൻകടപ്പുറം HILP സ്കൂളിൽ രുചി ഉത്സവം നടത്തി. 1ാം ക്ലാസ് കേരള പാഠാവലിയുടെ ഭാഗമായിട്ടാണ് രുചി ഉത്സവം നടത്തിയത്. കുട്ടികളുടെ രക്ഷിതാക്കൾ നാടൻ രുചിക്കൂട്ട് തയ്യാറാക്കി കൊണ്ടുവന്നു. പ്രധാന അധ്യാപകൻ അഷ്റഫ് മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ PTA പ്രസിഡന്റ് മുസ്തഫ തയ്യൽ ഉദ്ഘാടനം ചെയ്തു. കരകമാട് സ്കൂളിലെ മല്ലിക ടീച്ചർ മുഖ്യാതിഥിയായി. അധ്യാപകരായ ജിഷ മാത്യു, സിമി വർഗീസ്, അബ്സത്ത്, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. ഫാസ്റ്റ് ഫുഡ് ബേക്കറി സംസ്കാരത്തിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി മാറഞ്ചേരി പരിച്ചകം AMLP സ്കൂളിൽ മധുര മേളം എന്ന പേരിൽ പലഹാരമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ വിവിധതരം പലഹാരങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നു പ്രദർശിപ്പിച്ചു. PTA പ്രസിഡന്റ് P സൈനുൽ ആബിദിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം K മെഹറലി, MPTA പ്രസിഡന്റ് KG ഗ്രീഷ്മ, മാജിസ MLE, K ശ്രീജ, A മിശ്രിയ, T സനിത, V ലീല എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ VK ശ്രീകാന്ത് സ്വാഗതവും SRG കൺവീനർ TB ശിവജ നന്ദിയും പറഞ്ഞു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ UP വിഭാഗം ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് എക്സ്പോ സംഘടിപ്പിച്ചു. 5 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളോടനുബന്ധിച്ചാണ് പ്രദർശനമൊരുക്കിയത്. PTA പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ അജിത്ത് താഴത്തേതിൽ, പ്രധാനാധ്യാപിക സരസ്വതി, അധ്യാപകരായ വസന്ത, സ്റ്റാഫ് സെക്രട്ടറി ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഫിറോസ് ഖാൻ സ്വാഗതവും സയൻസ് ക്ലബ് കൺവീനർ സരസ്വതി നന്ദിയും പറഞ്ഞു. റിഫ്ലക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മിററിൽ നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് കാണുക. പക്ഷെ ഒരു ബോക്സിൽ വെച്ചിട്ട് 2 മിറർ വെച്ച് നോക്കുമ്പോൾ അതിൽ നമുക്ക് ഇൻഫിറ്റ് ആയിട്ട് എണ്ണാൻ പറ്റാത്തതിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും അവർക്ക് നേരിട്ട് പഠനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അവരെ കാര്യങ്ങളിൽ നേരിട്ട് ചെയ്യാം, വർക്ക് ചെയ്യാം, അവർക്ക് തോന്നുന്ന രീതിയിലല്ല, അവർക്ക് ഓരോ മനസ്സിലോ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആശയങ്ങളെ ഏത് രീതിയിൽ വർക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എക്സ്പോ കൂടിയിട്ടാണ് നമ്മളോട് നടത്തി പോകുന്നത്. അപ്പൊ നമ്മുടെ മാറഞ്ചേരി തിച്ചൂർ കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താളത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. തുടർന്ന് അന്നദാനം, ഉടുക്കുപാട്ട്, പുലിപ്പാട്ട്, കനലാട്ടം, വെട്ടുതട എന്നിവ നടന്നു. വിളക്ക് യോഗത്തിന് കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം നേതൃത്വം നൽകി. IPHുമായി ചേർന്ന് പെരുമ്പലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ കാർണിവൽ 2024ന്റെ ഭാഗമായി മെഗാ പുസ്തക കൈമാറ്റം നടന്നു. പട്ടാമ്പി SNGS മലയാളം വിഭാഗം അധ്യാപകൻ ഡോക്ടർ ജമീൽ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. KG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, വിവിധ വിഭാഗം ജൂനിയർ പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ നയിച്ച പാരന്റിംഗ് സെക്ഷൻ, ഡോക്ടർ ജമീൽ മുഹമ്മദിന്റെ ക്രിയേറ്റീവ് റൈറ്റിംഗ് വർക്ക്ഷോപ്പ്, KG വിദ്യാർത്ഥികളുടെ ടാലന്റ് ഷോ എന്നിവയും ലിറ്ററേച്ചർ കാർണിവലിൽ നടത്തിയിരുന്നു.
കുന്നംകുളം എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ 20ാം വാർഷികവും സംയുക്ത ക്രിസ്മസ് ആഘോഷവും തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6 മണിക്ക് ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം CMI തൃശൂർ ദേവമാത പ്രൊവിൻഷ്യൽ ഡോക്ടർ ജോസ് നന്ദിക്കര CMI ഉദ്ഘാടനം ചെയ്യും. ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷത വഹിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന നേർപ്പദം ആദർശ സംഗമം ഞായറാഴ്ച വിശ്വാസ വിമലീകരണവും സാമൂഹിക അവബോധവും ലക്ഷ്യമാക്കിയാണ് നേർപ്പദം ആദർശ സംഗമം ഞായറാഴ്ച സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഡിസംബർ 1, 8 തീയതികളിലായിട്ടാണ് നടത്തുക. ഡിസംബർ 1 ജില്ലയിൽ 2 സ്ഥലങ്ങളിൽ സംഗമം നടക്കും. പുന്നൂർക്കുളം ആൽത്തറ ടൗൺ മസ്ജിദിൽ രാവിലെ 9:30ക്കും തൃശൂർ പൂത്തോൾ മദ്രസയിൽ വൈകിട്ട് 4 മണിക്കും നടക്കുന്ന ആദർശ സംഗമത്തിൽ നാസർ ബാലുശ്ശേരി, മുസ്തഫ മദനി, മുനവർ സ്വലാഹി, അസർ എന്നിവർ പങ്കെടുക്കും. ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, പാവറട്ടി എന്നീ മണ്ഡലങ്ങളടങ്ങിയ ചാവക്കാട് ഏരിയ സംഗമമാണ് ആൽത്തറ ടൗൺ മസ്ജിദിൽ നടത്തുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7140 രൂപ, സ്വർണം പവന് 57,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചർമ്മമറ്റം നമ്പഴിക്കാട് ചിറമൽ വീട്ടിൽ ജേക്കബ് മകൾ അംബിക നിര്യാതയായി. 58 വയസ്സായിരുന്നു. CCTVയുടെ 3 സ്റ്റാർ കേബിൾ നെറ്റ്വർക്ക് ഉടമ CJ കൊച്ചു മാത്യുവിൻ്റെ സഹോദരിയാണ് പരേത. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. വത്സാപ്പോൾ, ജെസ്സി ജോസ്, അൽഫോൻസ ഡൊമിനിക്, മെജോ ഫ്രാൻസിസ്, പരേതയായ മേഴ്സി തോമസ് എന്നിവർ മറ്റ് സഹോദരങ്ങളാണ്. ചൂണ്ടൽ സൂര്യഗ്രാമം വലിയപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ അനിലൻ നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടന്നു. സന്ധ്യ ഭാര്യയാണ്. പുണ്യ, ജഗത്, ഭഗത് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഇനി 3 നാൾ കലോത്സവത്തിന് കുന്നംകുളം ഒരുങ്ങുന്നു. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും അഭിനേതാവുമായ VK ശ്രീരാമൻ നിർവഹിച്ചു. കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളുടെ ക്ഷണക്കത്തുകളുടെ പ്രകാശനവും നടന്നു. LDF തുടർച്ചയായി 3ാമതും അധികാരത്തിൽ വരുമെന്നതിന്റെ സൂചനയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP. LDFനെ അധികാരത്തിൽ എത്തിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കുമെന്നും MP. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും. A ഗ്രൂപ്പ് പ്രവർത്തകർ ക്യാമ്പ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി മോഷ്ടാക്കളുടെ രാത്രി സഞ്ചാരം. കുറുവാ സംഘമാണോ പ്രാദേശിക മോഷ്ടാക്കളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജനം. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.